മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനെയും മുത്തശ്ശിയെയും ആ കള്ള സന്യാസിയെയും ആ ഗുണ്ടയൊക്കെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് തിരിച്ചടി. അതായത് സിദ്ധയായിട്ടുള്ള അമ്മ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഞെട്ടിക്കുന്ന ശിക്ഷ തന്നെയാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. കുഞ്ഞിന്റെ നെറ്റിയിൽ ഭസ്മം തൊട്ട് കൊല്ലാൻ നോക്കിയവർക്ക് ദേഹാസകലം ചൊറിച്ചലും അസഹനീയമായിട്ടുള്ള വേദനയും ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ സമയം ആ ഗുണ്ടയാണെങ്കിൽ പ്രതാപന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എടാ, എന്തായെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ, സാറേ കാര്യം നടന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും മറ്റു പല ന്യൂസുകളും വന്നിട്ടില്ല, കുഞ്ഞ് മരിച്ചതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് പ്രതാപനാണെങ്കിൽ ഇവിടെ മരിച്ചതിന് ദേഹാസകലം ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അയ്യോ സാറേ, എനിക്കും ആ ചൊറിച്ചിലുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. എന്തായാലും കാര്യം നടന്നിട്ടുണ്ട്, ഉറപ്പായിട്ടും വൈകാതെ വിളി വരുമെന്നൊക്കെ പറയുമ്പോ, അല്ല താനിപ്പോ എന്താ പറഞ്ഞ് തനിക്കും ചൊറിയുന്നുണ്ടെന്നോ? അതെ. പ്രതാപനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. കാരണം അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ദൈവത്തിന്റെ തിരിച്ചടി തന്നെയാണെന്ന്. ആ കുഞ്ഞ് സാധാരണ കുഞ്ഞല്ല എന്നും. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോട് പറയുകയാണ്, എടാ ഞാൻ പറഞ്ഞില്ലേ എന്തോ വലിയ തിരിച്ചടി നമുക്ക് കിട്ടാനുണ്ടെന്ന്, അത് തന്നെയാണ്. ഈ ചൊറിച്ചിലാണെങ്കിൽ നിൽക്കുന്നുമില്ല. അമ്മേ, എന്തായാലും കാര്യം നടന്നിട്ടുണ്ടല്ലോ, കുറച്ചുകൂടി നേരം വെയിറ്റ് ചെയ്യാം, എന്നിട്ട് മോളെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവരാണെങ്കിൽ ചൊറിയുന്നു. ഈ സമയം വലിയ സന്തോഷത്തിൽ തന്നെയാണ് കണ്ണനും മഹാലക്ഷ്മിയും കുഞ്ഞും എല്ലാവരും. അവരാണെങ്കിൽ കളിച്ചും ചിരിച്ചും സന്തോഷത്തോട് കൂടിയിട്ട് കുഞ്ഞുമായിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഈ പോസിൽ ഒരു സെൽഫി എടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് ഒരു സെൽഫിയൊക്കെ എടുക്കുകയാണ്. ശേഷം ഉണ്ണിയോട് കരുണയാണെങ്കിൽ ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, നടത്തിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണി പറയാണ്, ഇതെങ്ങാനും വല്ലതും നടക്കുവോ? നിന്റെ അച്ഛനെ ഒരു മരപ്പൊട്ടനാ, അപ്പൊ പിന്നെ ഇതൊന്നും നടക്കാൻ ചാൻസ് ഇല്ലെന്ന് പറയുമ്പോൾ, എന്റെ അച്ഛൻ പൊട്ടനാണെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ വലിയ പൊട്ടനാണ്. എന്റെ പ്രതീക്ഷ മുഴുവനും ഇന്നത്തെ അച്ഛന്റെ ആ ഒരു പ്ലാനിങ്ങിലാണ്. കുഞ്ഞൊന്നും മരിച്ചാൽ മതിയായിരുന്നു, എങ്കിൽ പിന്നെ സമാധാനമായിട്ട് എനിക്കിവിടെ കഴിയാമായിരുന്നു, അവളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിക്കും ചെറിയൊരു പ്രതീക്ഷയൊക്കെ വരികയാണ്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ആവട്ടെ തന്റെ പിഞ്ചോമനിയുമായിട്ട് ഇതൊന്നും തന്നെ അറിയാതെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം പൊട്ടന്മാരാണെങ്കിൽ അവര് സന്തോഷിക്കുന്നത് അറിയുന്നില്ല. കുഞ്ഞിന്റെ മരണവാർത്തയും കേൾക്കാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പൊ കാത്തിരിക്കാം ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.